ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് നല്ല മഴേൻ്റെ ദിവസമാണ് കേട്ടോ. കണ്ടോ, നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ രാവിലെ അനു ട്യൂഷന് പോയി. പിന്നെ എന്താ പറയുക, മോനൂസിന് സ്കൂളിൽ പോകാൻ സമയമായി. ഞാനിങ്ങനെ ചായേൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് തിരുമ്പാൻ പറ്റുമോ എന്ന് ആലോചിച്ചാണ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഇപ്പോൾ പിന്നെ നടക്കൂല പരിപാടി. അപ്പോൾ ആദ്യത്തെ പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ഇറങ്ങിയതാണ്. അനു ട്യൂഷന് പോയി. അനുവിന് സുഖമില്ല, അനുവിന് ചുമയും പനിയൊക്കെയാണ്. ട്യൂഷന് പോയിട്ട് അവൾ തിരിച്ചു വരും. പിന്നെ മറ്റന്നാളെ എക്സാമാണ്. മോനെ നാളെ അല്ലേ എക്സാം? നാളെയാണ് എക്സാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് അനുവിനെ ഡോക്ടറെ അടുത്ത് ഒന്നും കൂടി കൊണ്ടുപോകണം. 10ാം ക്ലാസ്സാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ പറ്റൂല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാത്രി പനിക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടറോടൊന്ന് പറയണം, ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഒരു ദിവസം സൈക്കിളോട്ടൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇതാ കടല നുള്ളിപ്പെറുക്കി തിന്നാണ് കേട്ടോ. രാവിലത്തെ പരിപാടികളാണ് ഇതൊക്കെ. പിന്നെ ഓൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ തിന്നണം. അതാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നത്തെ സൈക്കിൾ അത് അവിടെ നിർത്തിയിട്ടാണ് കണ്ടോ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ ചീത്ത അറിഞ്ഞപ്പോൾ പോകുന്നതാണ് സൈക്കിളും കൊണ്ട്. അല്ലെങ്കിൽ ഓനോ അതും കൊണ്ട് അങ്ങനെ നടക്കും. എന്ത് മുട്ടായി മോനുസ്? അതെ നോക്കട്ടെ, അതിന് കവറ് കാണിക്കുക. അപ്പോൾ അറിയാമല്ലോ. ഏലാദ്യം മുട്ടായി. ഓക്കെ. അത് ഇന്നലെ പിന്നെന്താ പറയുക, ഏട്ടൻ നല്ല സാധനം കടയിൽ പോയപ്പോൾ ബാക്കി ചില്ലറ വന്നപ്പോൾ അവർ മുട്ടായി കൊടുത്തിട്ടുള്ളതാണ്. അടിപൊളി. ഇത് കഴിച്ചോ, എനിക്ക് വേണ്ട. അപ്പോൾ രാത്രി ചുമയൊക്കെ വരുമ്പോൾ ഓടുന്നത് ഓരോ മുട്ടായി ഇങ്ങനെ എടുത്ത് തൊള്ളിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഇന്നലെ സൺഡേ അല്ലേ. ഇന്നലെ സൺഡേനെ കൊണ്ട് ക്ലാസ്സിന് പോയി. അപ്പോൾ ഇന്നലെ തിരുമ്പലൊന്നും നടന്നിട്ടില്ല. ഇന്നലെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞാൻ മഴ ഇല്ലെങ്കിൽ തിരുമ്പും, ഇല്ലെങ്കിൽ നേരെ കിച്ചണിക്ക് കയറുക, ഫുഡ് ഉണ്ടാക്കണം. ബസ്സിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. ഗൈസ്, നമ്മൾ വിളക്ക് കത്തിക്കുന്ന റൂം ഞാൻ കാണിച്ചിടണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതാണ് കേട്ടോ നമ്മൾ വിളക്ക് കത്തിക്കുന്ന റൂം. ഉള്ളിലേക്ക് കയറി കാണിക്കാൻ, ഉള്ളിലേക്ക് കയറി കാണിക്കണ്ട. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി അങ്ങനെ വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് വിളക്ക് കത്തിക്കാനായിട്ടുള്ള റൂമാണ്. ഇതിൽ നമ്മളാരും കിടക്കാറില്ല കേട്ടോ. വലിയ അത്യാവശ്യം വലിയ റൂമാണ്. അതുകൊണ്ട് പൂജാമുറിയായിട്ട് അങ്ങനെ നമ്മൾ ഇതാക്കിയതല്ലേനും അത്യാവശ്യം വലിപ്പമുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു കാലത്ത് അവരൊക്കെ കിടന്നിരുന്ന റൂമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പോയപ്പോൾ ഇത് വിളക്കത്തിക്കുന്ന റൂമാക്കി മാറ്റിയതാണ്. അപ്പോൾ അതാ നമ്മൾ ദീപം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൊന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് കത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കത്തിക്കും. ആരാണോ രാവിലെ നീച്ച് കുളിക്കണത് അവർ കത്തിക്കും കേട്ടോ. ഞാൻ രാവിലെ നീച്ച് കുളിക്കലുണ്ട്. പക്ഷെ എനിക്ക് അനുവിന് ട്യൂഷന് പോകാനുണ്ട്. ഫുഡ് എളുപ്പം റെഡിയാക്കാനുള്ളതുകൊണ്ട് പിന്നെ ഏട്ടൻ കത്തിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ കത്തിക്കും. അങ്ങനെയൊക്കെയാണ്. മിക്ക ദിവസവും ഞാൻ തന്നെയാണ് കത്തിക്കൽ. അവന് ഉണ്ണിയേട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ കത്തിച്ചോളാം, അങ്ങനെ ഫുഡൊക്കെ എളുപ്പം ഉണ്ടായിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കത്തിച്ചു. പിന്നെ അപ്പോൾ അതാ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറണ്ട് എപ്പോഴാണ് പോകുമെന്ന് യാതൊരു ഐഡിയ. ഒരു മഴ പെയ്താൽ കറണ്ട് പോയതാണ് അവസ്ഥ. പിന്നെ അതാ അയ്യോ, അടുപ്പിൽ ഞാനൊരു കൊള്ളിയൊക്കെ വെച്ചങ്ങാണ്ട് ഇങ്ങനെ പോയതാണ്. മോനൂസിനെ തിരഞ്ഞ് പോയതാണ്. അപ്പോൾ ഓനവിടെ എന്താണ് മേലേക്ക് സൈക്കിളും കൊണ്ട് റൂട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഒരു പേടി. അപ്പോൾ എന്താ നായ്ക്കളൊക്കെ ഇങ്ങനെ പുറത്ത് കൂടി നടക്കണുണ്ട്. അപ്പോൾ ഒരു പേടിയാണ്. എന്താണ് ഏതാണ് വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോഴത്തേക്കും തീ ഒരു വൈക്കായിട്ടുണ്ട്. കത്തി ഇനി ഒരു ചകിരിപ്പൊടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. വിറക് വയ്ക്കാൻ ഒരു പേടിയാണ്. കഴിയുമെന്ന് പേടിച്ചിട്ടാണ്. നമുക്ക് ദ്രാമാസത്തിൽ ആ ഒരു മഴയിലും കൂടി പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിറക് സൂക്ഷിച്ചെടുക്കുള്ളൂ. പകരം ചകിരിയാണ് അധികം വെച്ച് കത്തിക്കാറ്. അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി നമ്മുടെ മട്ടരിയാണ്. അപ്പം അത് വേവാൻ കുറച്ച് താമസം എടുക്കും. എന്താ മോനെ, എന്താ അവിടെ ഓന് പോണോടത്തൊക്കെ വീഡിയോസും കൊണ്ട് നടക്കണം. അമ്മ അത് ഇന്ന കാട്ടി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി പറഞ്ഞിട്ട്. എന്താണ് പരിപാടി കാണിക്കി? അതെന്താണ്? എന്താണ്? അയ്യേ, വെള്ളത്തിട്ടൊടിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആവി പിടിക്കുന്ന ഗുളിക ഉണ്ടല്ലോ ഗൈസ്. അത് നമ്മൾ അതിന് ഇന്നലെ പൊട്ടിച്ച് കഴിച്ച് ആവി പിടിച്ചതിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ, അത് വെള്ളത്തിലിടുമ്പോൾ എന്താ ഒരു കൊഴുപ്പ് പോലെ ഉണ്ട്. അത് കഴിച്ച് കൈയിട്ട് കളിക്കുകയാണ്. സ്കൂളിൽ പോകാനാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പറയിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ.
അത് ഓൻ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കും. അപ്പം അടുപ്പിൽ ഇത് ചകിരിപ്പൊളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് കത്തട്ടെ. ചകിരിപ്പൊളി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കത്തിക്കോളും. നമ്മൾ കത്തി പിടിച്ച് കിട്ടിയാൽ പിന്നെ അടുപ്പുണ്ട സുഖം, പിന്നെ ഗ്യാസ് മിക്ക നോക്കാറേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് കറി വെക്കാൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനത് ഐസും കട്ട പോകാൻ വേണ്ടിയിട്ട് അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ചെടുത്തേ കറി വയ്ക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ കേക്കിൻ്റെ 3 ടയർ കേക്ക് ചെയ്ത വീഡിയോസ് ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ വിട്ടതാണ്. പിന്നെ ഒരു ചേച്ചി ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ വീഡിയോസ് ഒന്ന് ഇടുമോ, കേക്കൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മാനിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോറി, ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു 100-110 ആളോളം കണ്ടിട്ടുണ്ട് അത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇന്ന് ചായക്കടി ഓട്ടട ആയിരുന്നു. ഇതാണ് ഗൈസ് ഓട്ടട ചായക്കടി. നെല്ലുത്തരി വെച്ചിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നെല്ലുത്തരിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വാങ്ങിക്കാറ്. അപ്പോൾ നെല്ലുത്തരിൻ്റെ ഓട്ടടയാണ്. അല്ലാതെ നമുക്ക് നെല്ല് പൊടിച്ചിട്ടോ നെല്ല് അങ്ങനെ കിട്ടാൻ നമുക്ക് പാടവും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പൊടി ഇപ്പോൾ എല്ലാതും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നെല്ലുത്തരിൻ്റെ പൊടി അങ്ങനെ ജസ്റ്റ് പത്തിരിപ്പൊടി വാങ്ങിക്കാൻ കിട്ടണം. അങ്ങനെ ജസ്റ്റ് സാമ്പിൾ നോക്കണതാണ്. അപ്പോൾ ഞാൻ നമ്മളെ സാധാ പച്ചരി ഇവിടെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെള്ളത്തിലിടും, അതിൻ്റെ കൂടെ കുറച്ച് നെല്ലുത്തരിൻ്റെ പൊടി ഇടും. അങ്ങനെ ചെയ്തെടുക്കണമല്ല, നെല്ലുത്തരി ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ചെയ്തെടുക്കണമല്ല കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് കുറേ ദിവസത്തിനൊന്നും നീണ്ടു നിൽക്കില്ല. നെല്ലുത്തരി പൊടി അത്യാവശ്യം നല്ല വില ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണതാണ്. നമ്മൾ ഈ നെല്ലും പാടൊന്നും ഇല്ലാത്തവർക്കും ഉണ്ടാവില്ല. നെല്ലുത്തരിൻ്റെ ചായക്കടി ആയാലും ചോറായാലും ഒക്കെ തിന്നാനൊരു പൂതിയൊക്കെ. അപ്പോൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നമ്മളത് ക്യാഷ് എടുത്ത് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അതും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ടൈമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുള്ളൂ. എപ്പോഴും നമ്മളിത് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, തിരുമ്പാളതൊക്കെ ഞാൻ തിരുമ്പി. അപ്പോൾ കുറച്ച് നേരം മഴ അതങ്ങനെ മാറി നിന്നിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമതും പെയ്യൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ തിരുമ്പെടുത്ത് ഒരു ബക്കറ്റ് നിറച്ച് തിരുമ്പാണ്ട്. പിന്നെ ഇത് മോനൂസ് ഇതാ സ്കൂളിൽ പോകാൻ നേരത്തെ കാട്ടി വെച്ച പരിപാടിയാണ്. ഓൻ്റെ ഡ്രസ്സ് ഊരിട്ടിട്ടുള്ളതാണ്. അതിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പിടണം. ഈ മഴ ഒന്ന് മാറട്ടെ. അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഇനിയിപ്പോൾ എവിടെ തോരിടുന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇന്നലെ ഞാൻ തിരുമ്പിയിട്ടില്ല. ഇന്നലെ ക്ലാസ്സിന് പോയപ്പോൾ ഞാനതൊക്കെ ഉണ്ട്, അയലുമ്മിൽ കിടക്കുന്നുണ്ട്, ഉണങ്ങിയിട്ടില്ല. വേണ്ടത്ര വെയിലൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുറത്തേക്ക് ഇടാനും തന്നെ ഇവിടെ ആളുണ്ടായിരുന്നില്ല. ഞാൻ പോയതുകൊണ്ട് പിന്നെ മക്കളാണല്ലേ, അവളിവിടെ ഒരേ കിടത്തം തന്നെയായിരുന്നു, ചുമയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ദിവസം. അപ്പോൾ ഞാനേ ചോറ് ഊറ്റിയിട്ടുണ്ട്. ഇനി കറി ചിക്കനാണെന്ന് പറഞ്ഞില്ല. ഒന്ന് ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ചിക്കൻ കറി ഒക്കെ ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. പപ്പടം ഒന്ന് കാച്ചും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഓളെയും കൊണ്ട് ഇനി ഡോക്ടറെ കാണിക്കാൻ പോകണം. 2 മണിക്ക് തുടങ്ങും. രാവിലെയൊക്കെ നല്ല തിരക്കാവും. ഇവിടെ കാണിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ക്ലിനിക്ക് ചെറുതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ പോകണം. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഉച്ചേൻ്റെ ശേഷം ആകുമ്പോൾ വല്ലാതെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കറി വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് വലിയ ഉള്ളി എടുത്തിട്ടില്ല. അത് അത്യാവശ്യം ഒരു 2 പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണത് കഴുകണം. പിന്നെ അതാ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തക്കാളി തോല് കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ തോലാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടാണ്ട് ഒന്നുണ്ട് അടിച്ചെടുത്ത് ജ്യൂസ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചിക്കൻ ഇതവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ 1 മണിക്കൂറോളമായി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇടണമെന്നില്ല. അതൊക്കെ ഒരുപാട് തക്കാളി തോല് എത്തണമൊക്കെ ഞാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാ ഇഞ്ചിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഇതിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി തക്കാളിക്കൊന്ന് ജ്യൂസ് അടിക്കട്ടെ, കറി വയ്ക്കട്ടെ കേട്ടോ.